നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ കൂടുതലും ദുരുപയോഗം ചെയ്തു വരുന്ന ഒരു ശരീരഭാഗമാണ് നമ്മുടെ ചെവികൾ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്കിപ്പോ കഴുത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ താടിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മസിൽസ് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് വരുന്നത് പോലെ എപ്പോഴും നല്ലൊരു തലവേദന അല്ലെങ്കിൽ തലകറക്കം, നടക്കുന്ന സമയത്ത് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ്, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചെവിയിൽ നിന്ന് വേദന അല്ലെങ്കിൽ ചെവിയിൽ ഒരു മൂളല് പോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയാണ് ചെവികൾ കുറച്ചും കൂടി നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതും അതുപോലെ തന്നെ ചെയ്യേണ്ടതും നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിങ്ങൾ ചെയ്തു വരേണ്ടതും റെക്കമെൻഡഡ് ആയിട്ടുള്ള കുറച്ച് ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ കാതുകളെയും അതുപോലെ തന്നെ കാതുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവയവങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. നമ്മുടെ ചെവി ഉണ്ടല്ലോ, നമ്മുടെ തലച്ചോറ്, സൈനസ്, വായ, കഴുത്ത്, ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ ചെവിയിൽ നിന്ന് ഒരു മൂളല് പോലെ, ഒരു തബല പൊട്ടുന്നത് പോലെ, ഒരു റിംഗിങ് സൗണ്ട് ഒക്കെ കേൾക്കുകയാണെങ്കിൽ അതൊരു ലക്ഷണമാണ് നമ്മുടെ കേൾവി ശക്തി കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു കാര്യത്തിന്റെ. WHO റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് ഏകദേശം ഒരു 20-25 വയസ്സിലിടയിൽ വരുന്ന ആളുകൾക്ക് ഒരു 4-ൽ 1 ആൾക്കെങ്കിലും കേൾവി ശക്തി കുറഞ്ഞു വരുന്നു എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഇതിന്റെ കാരണം എന്താണ്? കൂടുതലായിട്ട് നമ്മൾ ലൗഡ് വോയിസിൽ വലിയ സൗണ്ടിലൊക്കെ പാട്ട് കേൾക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇയർഫോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വരിക, പിന്നെ കൂടുതലായിട്ടുള്ള ഫോൺ കോൺവെർസേഷൻസ്, കൂടുതലായിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുക. ഇതെങ്ങനെ ഉണ്ടാകുന്ന നോക്കി കഴിഞ്ഞാൽ ചെവിയിലൊരു 3 ഭാഗമുണ്ട്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, അതുപോലെ തന്നെ ഇന്നർ ഇയർ. ഈ ഇന്നർ ഇയർ ഉള്ളിലത്തെ ഒരു ഭാഗത്തിലായിട്ട് ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ട്, അതായത് ചെറിയ ചെറിയ ഹെയർ സെൽസ്. അപ്പൊ കൂടുതലായിട്ട് ഇങ്ങനെ ലൗഡ് വോയിസിലൊക്കെ നമ്മൾ ഇനി പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ ഹെയർ സെൽസ്, അതായത് ഈ രോമങ്ങൾ നശിച്ചു പോകും, ഡാമേജ് ആകും. അങ്ങനെ ഡാമേജ് ആകുമ്പോഴാണ് നമുക്ക് കേൾവി ശക്തി പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത്. ഇനി ഇത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് എപ്പോഴൊക്കെ നിങ്ങളുടെ ഫോണിൽ കോള് വരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ഫോൺ സ്പീക്കറിലിട്ട് സംസാരിക്കാനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെയാണ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇയർപോഡ് അല്ലെങ്കിൽ ഇയർഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫോണിലുള്ള സൗണ്ട് നന്നായിട്ട് കുറച്ച് വെക്കാനും കൂടി നോക്കുക. മറ്റൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ വലിയ സൗണ്ട് ഒക്കെയുള്ള സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്, പുറത്തുനിന്ന് നന്നായിട്ട് സൗണ്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇയർ പ്ലഗ് പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് കാശ് മാത്രമേ ഉള്ളൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങാനായിട്ട് കിട്ടും. അപ്പൊ ഈ കാര്യങ്ങൾ ചെവിയിൽ വെക്കുന്നതിലൂടെ ഒരു പരിധി വരെ പുറത്തുനിന്നുള്ളൊരു സൗണ്ടിനെ നമുക്ക് തടയാനും പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ചെവിയെ സംരക്ഷിക്കാനായിട്ട് നോക്കുക. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ചെവി എന്ന് പറയുന്ന ഒരു അവയവം ഉണ്ടല്ലോ, സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു അവയവമാണ്. ഇതിനുള്ളിലത്തെ വാക്സിനെ കളയാനായിട്ട് നിങ്ങൾ ദിവസവും ഈ ഇയർബഡ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇയർ വാക്സിനെ കളയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പിന്നെ ഈ ഉള്ളിലത്തെ ഇയർ വാക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും നമ്മുടെ ചെവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ചെവിനൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങൾ തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിനെ കളയാനായിട്ട് ഇയർബഡ് ഡെയിലി യൂസ് ചെയ്യുന്നത് കുറച്ച് അപകടം പിടിച്ച ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. നാച്ചുറൽ ആയിട്ടും നിങ്ങൾക്ക് കളയണം എന്നുണ്ടെങ്കിൽ കളയാനുള്ള മാർഗങ്ങളും ഉണ്ട്. ആയുർവേദത്തിൽ നമുക്ക് ചെവിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഇയർ ഓയിലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനോട് 3 കാറ്റഗറി പറയുന്നുണ്ട്. ഈ ഒരു 3 കാറ്റഗറിയിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇയർ ഓയിലിംഗ് ചെയ്യേണ്ടത്, എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. ഒന്നാമത്തെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോ യാതൊരുവിധ പ്രശ്നവും ഇല്ല, ചെവി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ചെവിയിൽ ഇങ്ങനെ ഒരു വേദന അല്ലെങ്കിൽ പസൽസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂളല്, ഇത്തരത്തിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്നും കുളിച്ച് വന്നപ്പോ തന്നെ ഒരു ടവൽ കൊണ്ട് ജസ്റ്റ് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് ഉള്ളിലിട്ട് ഇങ്ങനെ ഉരയ്ക്കൊന്നും വേണ്ട, പുറത്തെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കടുകെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഏതെങ്കിലും ഒരു എണ്ണ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെറുവിരലുകൊണ്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ പുറത്തത്തെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് ഉള്ളിലേക്ക് പ്രഷർ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട, പുറത്തത്തെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ചു നേരം കഴിഞ്ഞ് ജസ്റ്റ് നിങ്ങൾ ഒരു ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ടവൽ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ വാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലൂബ്രിക്കേഷൻ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ചെവിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കടുകെണ്ണയും അതുപോലെ തന്നെ എള്ളെണ്ണയും യൂസ് ചെയ്യുന്നത് അത് വാദത്തിനെ കുറച്ചൊന്ന് ശമിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഇപ്പോ ചെവിയുടെ ഭാഗത്ത് ഇതിൽ വാദം നന്നായിട്ട് കൂടുമ്പോഴാണ് ഈ ചെവിയിൽ നിന്ന് മൂടലും അതുപോലെ തന്നെ ചെവിയിൽ വേദന, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നാണ് നമ്മൾ ആയുർവേദപരമായിട്ട് നമ്മൾ പറഞ്ഞു വരിക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ്, നിങ്ങളിപ്പോ നീന്താനായിട്ട് പോകുന്നവരാണ്, അല്ലെങ്കിൽ ചെവിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ചെവിയിൽ വേദന പോലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ സൗണ്ട് ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കർണ പ്രതിസാരണം. അതായത് സെയിം ഇയറിൽ ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണിത്.
ഇതിനായിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരു 50 ml എള്ളെണ്ണ എടുക്കുക. എള്ളെണ്ണ 50 ml എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1-2 പീസ് നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ചൂടാക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ട് ഒരു ചില്ലിന്റെ ബോട്ടിൽ ഇങ്ങനെ വെക്കുക. ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടമായിട്ട് ഒരു കോട്ടന്റെ ഒരു പീസ് എടുത്തതിന് ശേഷം ഈ എണ്ണയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇയർ ഓപ്പണിങ്ങിന്റെ ആദ്യത്തെ 1 സെന്റിമീറ്ററിൽ, ചെവിയുടെ ഓപ്പണിങ്ങിന്റെ ആദ്യത്തെ 1 സെന്റിമീറ്റർ ഭാഗത്തേക്ക് ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് കിടന്നുറങ്ങാം. ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് അതിൽ ഒഴിക്കൊന്നും വേണ്ട. അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട് നോക്കുക. ആഴ്ചയിൽ 1 വട്ടം 2 വട്ടം ഇങ്ങനെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. മൂന്നാമതായിട്ട് ചെവിയിൽ നിന്നൊരു സൗണ്ട് പോലെ വരികയാണ്, ഒരു മൂളല് പോലെ, തബല പൊട്ടുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. ടിന്നിറ്റസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്കുണ്ട്. അതുപോലെ ചെവിയിൽ നന്നായിട്ട് വേദനയുണ്ട്, കഴുത്തിലൊരു സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ ഈ ഒരു താടിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മസിൽ നന്നായിട്ട് സ്റ്റിഫ് ആയിട്ടിരിക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർണപൂരണം. കർണപൂരണം എന്ന് പറഞ്ഞാൽ, കർണ എന്ന് നമ്മൾ ആയുർവേദത്തിന് ചെവി എന്നാണ് പറയുക. പൂരണം എന്ന് പറഞ്ഞാൽ ഓയിൽ ഫില്ല് ചെയ്യുക. ഈ ഒരു ട്രീറ്റ്മെന്റിനാണ് നമ്മൾ കർണപൂരണം എന്ന് പറയുക. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുക. ചെരിഞ്ഞു കിടന്നിട്ട് ഈ എള്ളെണ്ണ ഉണ്ടല്ലോ, എഗെയിൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറി വരുന്നു എന്ന് കഴിയുമ്പോൾ നമ്മളൊരു കോട്ടന്റെ പീസ് എടുത്തിട്ട് ഈ എണ്ണയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞു കിടന്നിട്ട് ഇത് ചെവിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെവിയിൽ ആ ഒരു ഓയിൽ, ആ ഒരു ഹോൾ ഇങ്ങനെ ഫുള്ളാക്കി വെക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾ കിടക്കുക. ശേഷം നിങ്ങൾ ഒരു തുണി ഈ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം 10 മിനിറ്റ് 15 മിനിറ്റിന് ശേഷം ഇതിങ്ങനെ ചെരിഞ്ഞിട്ട് ആ ഓയിൽ മുഴുവൻ ആ തുണിയിലേക്ക് കളയുക. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേ പ്രോസസ്സ് തന്നെ മറ്റേ ചെവിയിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൂടി നോക്കുക. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടത് മാസത്തിൽ 1 വട്ടം മാത്രം ചെയ്യുക, എന്നും നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെവിയിൽ എന്തെങ്കിലും മുറിവ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, എപ്പോഴും നിങ്ങളുടെ ചെവിയിൽ നിന്ന് ഇങ്ങനെ പസ്സൽസ്, അതായത് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ബാക്കിയുള്ള കണ്ടീഷൻസിനൊക്കെ ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചെവി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുള്ളി ചെയ്ത് കൊടുത്ത് ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എണ്ണ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.